ഗവൺമെന്റ് ഇരുന്ന സമയത്ത് 14 പ്രാവശ്യം കോടതി ഉത്തരവനുസരിച്ചിട്ട് ഇവരെ ഒഴിപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. 14 പ്രാവശ്യം. ആ ഗവൺമെന്റ് ഒരു ചെറുവിരൽ ഈ വിഷയം തീർക്കാൻ വേണ്ടി എടുത്തിട്ടില്ല. ചെറുവിരൽ അനക്കിയിട്ടില്ല. നമസ്കാരം. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം ഭരിച്ചിരുന്ന പിണറായി വിജയൻ സർക്കാർ എന്തൊക്കെയാണ് കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി ചെയ്തത് എന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ ഒറ്റ വാക്കിലാണ് ഒന്നും ചെയ്തില്ല എന്ന് തന്നെ പറയാം. എന്നാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് പറയുന്നത് വികസന കാര്യങ്ങളിലാണ്. അതായത് റോഡ്, കെട്ടിടങ്ങൾ, പാലങ്ങൾ ചെയ്തിട്ടുണ്ട്. കെട്ടിടങ്ങൾ ഒരറ്റത്തുനിന്ന് പൊളിഞ്ഞു വീണ് തുടങ്ങി. ഇപ്പോൾ വയനാട്ടിൽ പണിതിട്ടുള്ള കെട്ടിടം കൊടുക്കുന്നതിന് മുമ്പ്, ഗുണഭോക്താക്കൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് ചോർച്ച തുടങ്ങി. അങ്ങനെ പലയിടങ്ങളിൽ ഇനി ഏതൊക്കെ റോഡുകൾ പൊളിയുന്നു, ഏതൊക്കെ പാലങ്ങൾ പൊളിയുന്നു എന്ന് കണ്ടറിയണം. ഇതിന് കാരണം വലിയ അഴിമതിയാണ്, കമ്മീഷനാണ്. അനുവദിക്കുന്ന തുകയിൽ നല്ലൊരു ശതമാനം കമ്മീഷനായി അടിച്ചു മാറ്റുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. നമുക്കൊക്കെ അറിയാം. അതാണ് വികസനം. എന്നാൽ മറുഭാഗത്ത് 3.5 കോടി ജനങ്ങളുണ്ട്. ഈ ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്താണ്? അവരിൽ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ? ആ പ്രശ്നങ്ങൾ ഗവൺമെന്റ് ഇടപെട്ട് പരിഹരിക്കപ്പെടേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അങ്ങനെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത്തരം കാര്യങ്ങൾ അതുകൂടി അന്വേഷിക്കുമ്പോഴാണ് ഒരു സർക്കാരിന്റെ പൗരധർമ്മം പൂർത്തിയാകുന്നത്. അക്കാര്യത്തിൽ പിണറായി വിജയൻ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ നിസ്സംഗരായിരുന്നു, അമ്പേ പരാജയമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴത്തെ UDF സർക്കാരിന്റെ യുക്തിസജ്ജമായിട്ടുള്ള മാനുഷികമായിട്ടുള്ള ചില ഇടപെടലുകൾ അത് കാണുമ്പോൾ അത് പൂർണ്ണമായും ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രി VD സതീശൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയിട്ടുള്ള ആ വെളിപ്പെടുത്തൽ, കേരളത്തിലെ ജനക്ഷേമം പ്രസംഗിക്കുന്ന ഇടതുപക്ഷ ഭരണകൂടം, കഴിഞ്ഞ ഭരണകൂടം യഥാർത്ഥത്തിൽ സാധാരണക്കാരോട് പുലർത്തിയിരുന്ന നിസ്സംഗത എത്രത്തോളമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ്. നമുക്കറിയാം, കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 2-3 വർഷങ്ങളായി എത്രയോ തവണ പോലീസ് നടപടികളും മറ്റുമായി നടക്കുന്നുണ്ട്. ഇന്ന് ആ കുടിയൊഴിപ്പിക്കൽ വിഷയമാണ്, 7 കുടുംബങ്ങള് വഴിയാധാരമാകുന്ന വിഷയമാണ് എന്ന് ഇടതുപക്ഷം എടുത്ത് മുന്നിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് മുതലക്കണ്ണീർ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യം വന്നപ്പോൾ, അവർ കുടിയിറക്കപ്പെടുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അവരെ മനുഷ്യരായി പോലും പരിഗണിക്കാതിരുന്ന മുൻ പിണറായി വിജയൻ സർക്കാർ, ഇപ്പോഴത്തെ പ്രതിപക്ഷം, ഇപ്പോൾ ഈ കുടിയിറക്കൽ വിഷയം രാഷ്ട്രീയവൽക്കരിക്കാനും മുതലക്കണ്ണീരൊഴുക്കാനും ശ്രമിക്കുന്നത് കടുത്ത പരിഹാസമാണ്. ജനങ്ങൾ നോക്കി ചിരിക്കുകയാണ്. ഇത്രയും കാലം എന്തെടുക്കുകയായിരുന്നു ഇവരൊന്നും ഇവിടെ ഇല്ലായിരുന്നോ? അവരുടെ MLA അവിടെ ഉണ്ടായിരുന്നു, ആ MLA എങ്ങോട്ട് പോയിരുന്നു? മന്ത്രി ഇപ്പോൾ വന്നിട്ടുണ്ട്, പഴയ മന്ത്രി, തോറ്റുപോയെങ്കിലും ആ മന്ത്രി എവിടെയായിരുന്നു എന്നിവരെ അന്വേഷിക്കുകയാണ്. VD സതീശൻ സർക്കാർ അധികാരത്തിലേറി 2ാമത്തെ ദിവസമാണ് ഇവരെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി കോടതി ഉത്തരവുമായി പോലീസുകാരെത്തുന്നത്. പോലീസുകാരോട് കർശന നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് അവർക്ക് വരേണ്ടി വരുന്നത്. VD സതീശൻ സർക്കാർ പറഞ്ഞു, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കോടതി പറഞ്ഞാൽ അത് ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് സുപ്രീം കോടതി വരെ പോയി കുടിയൊഴിപ്പിച്ച് അതിന് ഉടമസ്ഥന് സ്ഥലം കൊടുക്കണം എന്ന് പറഞ്ഞ കേസാണ്. അത് യഥാസമയം യഥാവിധി കേസ് വാദിച്ചിട്ടില്ല, വാദം കേട്ടിട്ടില്ല എന്ന് ഇപ്പോഴത്തെ സർക്കാരിന് അറിയാം. പക്ഷേ കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ വിധി നടപ്പാക്കൽ ഈ സർക്കാരിന്റെ കൂടി ബാധ്യതയാണ്. പക്ഷേ ആ കുടുംബത്തെ പെരുവഴിയിലിറക്കി, അല്ലെങ്കിൽ അവരെ വഴിയാധാരമാക്കിക്കൊണ്ട്, അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് മുൻ സർക്കാരുകൾ അനുവർത്തിച്ചുള്ള നയം നടപ്പിലാക്കാൻ VD സതീശൻ സർക്കാർ തയ്യാറാകുന്നില്ല. അദ്ദേഹത്തിന്റെ ശൈലി എന്ന് പറയുന്നത് ഒരു പുതിയ മാതൃകയാണ്, ജനാധിപത്യത്തിന് പുതിയ മാതൃകയാവുകയാണ് എന്നാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. മുൻ സർക്കാരിന്റെ കാലത്ത് കോടതി ഉത്തരവുകളുടെ മറപിടിച്ച് 14 തവണയാണ് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി അധികൃതർ ശ്രമിച്ചത്. അതായത് ഇടതുപക്ഷം അന്നിവിടെ ഉണ്ട്, സർക്കാരാണ്. എന്നാൽ ഈ 14 തവണയും തങ്ങളുടെ ജനങ്ങൾ തെരുവിലേക്ക് ഇറക്കപ്പെടുന്നത് കണ്ടിട്ടും, ഈ സാധുക്കൾ ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്നത് കണ്ടിട്ടും, പതിറ്റാണ്ടുകളായി താമസിച്ചിരുന്ന സ്വന്തം സ്ഥലമാണ്, അവരുടെ അപ്പൂപ്പന്മാർ തന്നെ താമസിച്ചിരുന്ന സ്ഥലമാണ്, അവർ ജനിച്ചു വളർന്ന വീടാണ്, അതൊക്കെ ഉപേക്ഷിച്ചിട്ട് തെരുവിലേക്ക് ഇറക്കപ്പെടുന്നത് കണ്ടിട്ടും അന്നത്തെ പിണറായി സർക്കാർ ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല എന്ന് പറയുമ്പോൾ ആ സർക്കാരിന് ജനങ്ങളോടുള്ള, സാധാരണക്കാരോടുള്ള, പാവപ്പെട്ടവരോടുള്ള പ്രതിബദ്ധത എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ഇതൊരു സ്വകാര്യ കേസാണ്, ഒരു പ്രൈവറ്റ് കേസാണെന്നും അത് വ്യക്തികൾ തമ്മിലുള്ള തർക്കമാണ്, അതുകൊണ്ട് സർക്കാരിന് ഇത് ഇടപെടാൻ പറ്റൂല, സർക്കാർ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു സർക്കാർ പിന്മാറി നിൽക്കുമ്പോൾ, അതേ വ്യക്തികളുടെ പ്രശ്നമാണ് എന്നറിയാവുന്ന പ്രതിപക്ഷം, അവർ ഭരണം നഷ്ടപ്പെട്ടു എന്ന് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇന്ന് കൊടിയും പിടിച്ചിറങ്ങുന്നത് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? ആരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ്? സ്വന്തം പൗരന്മാർക്ക് തലചായ്ക്കാൻ ഒരിടമില്ലാതാകുമ്പോൾ അത് വെറും ഒരു സ്വകാര്യ കേസാണെന്ന് പറഞ്ഞ് ഒഴിയുന്നത്
ഒരു ജനകീയ സർക്കാരിന്, ഒരു ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന് ചേർന്ന ഒരു പരിപാടിയല്ല. ആ ജില്ലയിൽ നിന്നുള്ള വ്യവസായ മന്ത്രി അടക്കമുള്ള അന്നത്തെ മന്ത്രിമാര് കുടിയൊഴിപ്പിക്കൽ ശ്രമങ്ങൾ നടക്കുമ്പോൾ എവിടെയായിരുന്നു എന്ന് ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ എക്സ് എം എൽ എ അദ്ദേഹം അത് സംസാരിക്കാനൊന്ന് ശ്രമിച്ചിരുന്നു. UDF സർക്കാർ ഈ കുടിയൊഴിപ്പിക്കലിന് എതിരെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷണത്തിൽ ചോദിച്ചു ജനങ്ങൾ, 10 വർഷം താങ്കൾ എവിടെയായിരുന്നു? 10 വർഷം താങ്കളുടെ കയ്യിലായിരുന്നല്ലോ ഭരണം. കോടതി ഉത്തരവ്, സുപ്രീം കോടതി കർശനമായ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞല്ലോ, ഇതുവരെ എവിടെയായിരുന്നു എന്ന MLA പിന്നെ വായ തുറന്നിട്ടില്ല, പോയ വഴി പുല്ലും കുരുത്തിട്ടില്ല. പിണറായി ഭരിച്ചുകൊണ്ടിരുന്ന കാലയളവില് 14 തവണയും ഈ കുടുംബങ്ങളെ പെരുവഴിയിൽ ഇറക്കാൻ നോക്കിയപ്പോ മിണ്ടാതിരുന്ന അവർ ഇന്ന് രാഷ്ട്രീയ ലാഭത്തിനായി സമരമുഖത്തേക്ക് വരുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിനെ വെറുതെ ഒരു കഴിവുമില്ലാത്തവരാണ് എന്ന് താറടിച്ച് കാണിക്കാനുള്ള ഒരു നാടകം മാത്രമാണ്. മുൻ സർക്കാരിന് ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി മിനിറ്റുകൾ മതി. ഇപ്പോൾ ഈ സർക്കാർ പരിഹരിക്കുന്നത് പോലെ നിമിഷങ്ങൾ മതി. വെറും ഒരു 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന വിഷയമേ ഉള്ളൂ. അതായത് അവർ ഈ കേരളത്തിലെ പൗരന്മാരാണ്. ഇനി കോടതി ഉത്തരവ് പ്രകാരം അവരെ ഇറക്കി വിടേണ്ട ഒരു സാഹചര്യം വന്നാൽ അവർക്കൊരു പുനരധിവാസം ഒരുക്കും. കാരണം അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന ഒരു ഉത്തരവിറക്കി അതിനാവശ്യമായ ഫണ്ട്, എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് പോലെ എവിടെ നിന്നെല്ലാം കിട്ടാനുണ്ട്. സർക്കാരിന്റെ ഫണ്ട് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നടപ്പിലാക്കിയിരുന്ന പദ്ധതി പോലെയുള്ള പദ്ധതികൾ ഇറക്കിക്കൂടെ? അതിന് പണം മുടക്കാൻ ഇവിടെ ഫണ്ടുമായി ധനാഢ്യർ ഇവിടെ ഉണ്ട്, മനസ്സുള്ളവരുണ്ട്. അതൊന്ന് പരിഹരിച്ചു കൊടുത്താൽ പോരെ, അതൊന്ന് ഉപയോഗിച്ചാൽ പോരെ? ആ ഫണ്ടൊന്ന് ഉപയോഗിച്ച് ഒന്ന് പരിഹരിച്ചു കൊടുത്താൽ പോരെ? അത് സാധിക്കുമായിരുന്നു. പക്ഷേ സർക്കാരിന് ആ പ്രശ്നം പരിഹരിക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. മറിച്ച് ഇവിടെ സാധാരണക്കാരെ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നം അത് പരിഹരിക്കലല്ല, അത് ആളിക്കത്തിച്ച് അതൊരു വിഷയമാക്കിക്കൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക എന്നത് മാത്രമാണ് CPMന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ 10 വർഷം ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ഏറ്റവും വലിയ ഉദാഹരണം ഇതാണ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിണറായി സർക്കാരിന് അതിനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയും ജനങ്ങളോടുള്ള ഒരല്പമെങ്കിലും പ്രതിബദ്ധതയും ഉണ്ടായിരുന്നുവെങ്കിൽ ഇതെന്നോ പരിഹരിക്കപ്പെട്ടേനെ. എത്ര വർഷമാണ് ഈ കേസ് പറഞ്ഞത്? ഏതൊക്കെ സർക്കാരിനെ കുറ്റപ്പെടുത്തിയാലും കഴിഞ്ഞ 10 വർഷം പിണറായി സർക്കാരിന് തൊഴിലാളികളുടെ, പട്ടിണിപ്പാവങ്ങളുടെ പേര് പറഞ്ഞ് അവരുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന സർക്കാരിന് എളുപ്പത്തിൽ ചെയ്യാമായിരുന്നല്ലോ. മുൻ ഭരണാധികാരികൾ വരുത്തി വെച്ചിട്ടുള്ള വലിയ വീഴ്ചയാണ്. കോടതി ഉത്തരവ് നടപ്പിലാക്കേണ്ടി വന്നാൽ നടപ്പിലാക്കേണ്ടി വരും, കാരണം ഉത്തരവിട്ടിട്ടുണ്ട്. അങ്ങനെ നടപ്പിലാക്കേണ്ടി വന്നാൽ പോലും അവിടെയുള്ള 8 കുടുംബങ്ങൾ വഴിയാധാരമാകാൻ പാടില്ല എന്ന കർശനമായ നിലപാടാണ് VD സതീശൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം കേരളത്തിലെ പാവപ്പെട്ടവനോ പണക്കാരനോ എന്നല്ല, ഒരു പൗരന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു സർക്കാർ പരിഹരിക്കേണ്ടതാണ്. അതിനുവേണ്ടിയാണ് നമ്മളൊരു സർക്കാരിനെ തെരഞ്ഞെടുത്ത് ആ കസേരയിൽ കൊണ്ടുവന്നിരുത്തുന്നത്. നമ്മൾ നിയമം പാലിക്കുന്നുണ്ട്, നിയമം പാലിച്ച് തന്നെയാണ് ജീവിക്കേണ്ടത്. പക്ഷെ അതിനപ്പുറമാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. നിയമം പാലിക്കുമ്പോൾ തന്നെ മനുഷ്യത്വത്തിന് മുൻഗണന നൽകണമെന്ന UDF സർക്കാരിന്റെ നയം ഒരു മാതൃകാപരമായിട്ടുള്ള, ജനപ്രീതിയുള്ള ഒരു നയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ജനങ്ങളെ മനുഷ്യരായി കാണാൻ മടിക്കുന്ന, വോട്ടിനായി മാത്രം മുതലക്കണ്ണീരൊഴുക്കുന്ന രാഷ്ട്രീയ നാടകങ്ങൾ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി എന്നതുകൊണ്ടാണ് ഇവിടെ കോക്രോച്ചുകളും മറ്റുമെല്ലാം പൊന്തി വന്നുകൊണ്ടിരിക്കുന്നത്. അധികാരം എന്നത് സാധാരണക്കാരെ അടിച്ചമർത്താനുള്ളതല്ല, മറിച്ച് അവരുടെ കണ്ണീരൊപ്പാനാണ്. സർക്കാർ എപ്പോഴും ജനങ്ങളോടൊപ്പമാണ് നിൽക്കേണ്ടത്, അവരുടെ കണ്ണീരൊപ്പം തന്നെയാണ് നിൽക്കേണ്ടത് എന്നാണ് VD സതീശൻ സർക്കാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയാണ്, നാളെ എന്താകും എങ്ങനെയാവും എന്നറിയില്ല. നമ്മൾ ഇപ്പോഴത്തെ കഥയല്ലേ പറയാൻ പറ്റുള്ളൂ. മുൻ സർക്കാരിന്റെ കാലത്തെ നിസ്സംഗതയോ പരാജയങ്ങളോ അതൊന്നും നമുക്ക് ഇനി സംസാരിച്ചിട്ടും കാര്യമില്ല. കാരണം അതൊരു പരാജയമായിരുന്നു, നമ്മൾ കണ്ടതാണ്. ലോകത്ത് തെരഞ്ഞെടുപ്പിലൂടെ ആദ്യമായി അധികാരത്തിൽ വന്ന ഇടതുപക്ഷ മന്ത്രിസഭ നമ്മളെ കേരളത്തിലാവുമ്പോൾ ഇന്ത്യയിൽ അവസാനമായി ഭരണത്തിൽ നിന്ന് ജനശാപത്തോടെ ഇറങ്ങിപ്പോകുന്ന മന്ത്രിസഭയും ഇതേ ഇടതുപക്ഷ മന്ത്രിസഭയാണ്. അത് കേരളത്തിലാണ്, രണ്ടും കേരളത്തിലാണ് എന്നത് ഒരുപക്ഷെ ഒരു യാദൃശ്ചികതയാവാം. ജനപക്ഷത്ത് നിൽക്കുന്ന പുതിയ ഭരണശൈലി, VD സതീശൻ സർക്കാരിന്റെ ഈ പുതിയ ഭരണശൈലി തുടർന്നാൽ ജനാധിപത്യത്തിന് അത് കൂടുതൽ കരുത്ത് പകരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ ഭരണം എന്നത് ഇനി സ്വപ്നത്തിൽ മാത്രമായിരിക്കും. കാരണം ഇവിടുത്തെ സാധാരണക്കാർ ഇപ്പോ ഈ കുടിയിറക്കൽ പോലെയുള്ള വിഷയങ്ങളിൽ എങ്ങനെയാണ് ഇടതുപക്ഷം അല്ലെങ്കിൽ CPM സർക്കാരൊക്കെ ഇടപെടുന്നത് എന്ന് കണ്ട് മനസ്സിലാക്കാൻ ഒരുപക്ഷെ അടുത്ത 5 വർഷത്തെ VD സതീശൻ സർക്കാരിന്റെ ഭരണം കാരണമായേക്കാം. കഴിഞ്ഞ ഗവൺമെന്റ് ഇരുന്ന സമയത്ത് 14 പ്രാവശ്യം കോടതി ഉത്തരവനുസരിച്ചിട്ട് ഇവരെ ഒഴിപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. 14 പ്രാവശ്യം. ആ ഗവൺമെന്റ് ഒരു ചെറുവിരൽ ഈ വിഷയം തീർക്കാൻ വേണ്ടി എടുത്തിട്ടില്ല. ചെറുവിരൽ അനക്കിയിട്ടില്ല, നടപടി സ്വീകരിച്ചിട്ടില്ല. അതൊരു പ്രൈവറ്റ് കേസാണെന്നുള്ളതാണ്. പ്രൈവറ്റ് കേസാണ്. സ്വകാര്യ വ്യക്തി അവർക്കെതിരായിട്ട് അവരുടെ സ്ഥലം കയ്യേറിയെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന കേസാണ്. 14 പ്രാവശ്യവും ഇത് അന്വേഷിക്കാത്ത ആളുകൾ ഞങ്ങളുടെ ഗവൺമെന്റ് വന്ന് പിറ്റേ ദിവസം 15ാമത്തെ പ്രാവശ്യം സുപ്രീം കോടതിയും കൂടി
ചെയ്തേക്കുന്ന ഉത്തരവാണ്. പോയപ്പോ ഇപ്പൊ ഭയങ്കര സമരം, ഭയങ്കര സമരം. ഞങ്ങൾ ആ ഗവൺമെന്റ് ചെയ്ത പോലെ 14 പ്രാവശ്യവും നിരുത്തരവാദിത്തപരമായ നിലപാടെടുത്ത കഴിഞ്ഞ ഗവൺമെന്റിന്റെ നിലപാടല്ലേ ഞങ്ങൾ എന്താ ചെയ്തത്? അടിയന്തരമായി എറണാകുളം ജില്ലയിൽ നിന്നുള്ള മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോണിനെ കൊണ്ട് മീറ്റിംഗ് വിളിപ്പിച്ചു. ഞങ്ങൾ പരിശോധിച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ഞങ്ങളുടെ തീരുമാനം എന്താണെന്നറിയോ? കോടതി ഉത്തരവ് നടപ്പാക്കിയാൽ ആ 8 കുടുംബങ്ങൾ വഴിയാധാരമാകില്ല. അതാണ് തീരുമാനം. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. അവിടെ പോയി മന്ത്രിമാര്, പഴയ ഗവൺമെന്റിലെ മന്ത്രിമാര് അവിടെ ഇരിക്കുക. ആ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയായിരുന്നു, വ്യവസായ മന്ത്രി. അദ്ദേഹമാണ് ആദ്യം അവിടെ പോയത്. ഈ 14 പ്രാവശ്യം അവരെ കുടിയൊഴിപ്പിക്കാൻ പോയപ്പോ എന്ത് ചെയ്തു ഇവരെല്ലാം? Different angles. Don't forget to subscribe and support this channel.